ആരംഭിക്കുന്നു തിരിച്ചറിവ്. കേരളക്കരയിൽ നിന്ന് മലബാറിന്റെ മണ്ണിലേക്ക് കൂടുമാറ്റം നടത്തിയ കുഞ്ഞെണ്ണത്തിന്റെയും വർക്കിച്ചിന്റെയും ജീവിതകഥ. കഠിനാധ്വാനം നെറ്റിത്തടങ്ങളിൽ വീർപ്പ് തുള്ളികളായി മാറുമ്പോഴും മലഞ്ചെരിവുകളിലും താഴ്വാരങ്ങളിലും അവർ കൃഷി ഇറക്കി. മണ്ണിനെ പൊന്നാക്കി മടങ്ങുമ്പോൾ നെഞ്ചിലെ നീറുന്ന നൊമ്പരങ്ങളെ ചോലമരച്ചില്ലകളിൽ ചിലമ്പ് കെട്ടിയാടിയ ഇളം തെന്നൽ അവരെ വീശി തണുപ്പിച്ചു. ആ ദാമ്പത്യവല്ലരിയിൽ പൂത്തുലഞ്ഞത് 2 പൂമുട്ടുകൾ. സന്ധ്യാസമയം അവർ ഒന്നിച്ച് തിരുഹൃദയത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി. ഉഷസ്സും സന്ധ്യയും പലകുറി കടന്നുപോയി. കുഞ്ഞനത്തിന്റെ മക്കൾ വിദ്യാസമ്പന്നരായി. ആൺമക്കൾ വിദേശങ്ങളിൽ ചേക്കേറി. കാണുന്ന കണ്ണ് മനസ്സിലാക്കുന്ന ഹൃദയവുമായി വർക്കിച്ചൻ ജീവിക്കുമ്പോൾ നമുക്ക് കുഞ്ഞന്നത്തെ ഒന്ന് കാണണ്ടേ? അതേടാ മോനെ ചോദിച്ച കേൾക്കുന്നില്ല അമ്മച്ചി. ഇല്ലടാ മോനെ, ഫോണിന്റെ കുഴപ്പമാ മോനെ. ആ വലിയ നോട്ട് ബുക്ക് പോലെ ഇരിക്കുന്ന ആ ഫോൺ ഉണ്ടല്ലോ, അതിനി അയച്ചു തരണം. ടാബാണോ അമ്മച്ചി? ആ അതേടാ, ടാപ്പ്. എടാ, ആ റഷ്യയിലും ജപ്പാനിലും ഒക്കെ എല്ലാ പണിയും ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. ആരാടാ മോനെ? അങ്ങേരെയാ നമുക്കൊന്ന് മേടിക്കണം. എനിക്കാണെങ്കിൽ നടുവും മേല. ഓ, റോബോട്ടാണോ അമ്മച്ചി? ആ അത് തന്നെ, റോബർട്ട്. എന്തോ നാടി ഇപ്പോഴും ഈ ഫോണില്? നേരം ഇത്രയും ആയിട്ട് നീ എനിക്കൊരു ചായ പോലും തന്നില്ല കേട്ടോ. ഇന്ന് അവൾ ഇതേവരെ എത്തിയില്ലല്ലോ. ഓ, തമ്പുരാട്ടി എഴുന്നള്ളുന്നുണ്ട്. ചേലയും ചുറ്റുമുള്ള വരവ് കണ്ടില്ലേ? ചെയ്തു തീരാത്ത പണി കിടക്കുന്നു. ആ, അവൾ ആലുവാന്നുള്ള മറ്റേ ട്രെയിനും കാത്ത് നിന്ന് കാണും. എന്റെ ചേർത്തി, മറ്റേ ട്രെയിനല്ല, മെട്രോ ട്രെയിൻ. ആ, എന്തായാലും നീ അതേലൊന്നും കേറണ്ട. അതൊക്കെ എന്നെപ്പോലുള്ളവർക്കുള്ളതാ. ഈ തള്ളയുടെ കാര്യം, റോഡേ കൂടെ ഓടുന്ന ട്രെയിനിലും എനിക്ക് കയറാൻ മേലെ. ഒന്ന് നിർത്തുന്നുണ്ടോ? വീട്ടിലും നാട്ടിലും ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ്. ഇല്ല വർക്ക് ചേട്ടാ, സോളാർ കൊണ്ട് മെട്രോ ട്രെയിൻ ഓടിക്കാൻ സരിത ചേച്ചി എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഇവളെന്തിനാ ഇത് പറയുന്നത്? ഇങ്ങേരും അത് പറ്റുകയല്ല. അതിനു മുൻപ് ജോണിച്ചനോട് പറഞ്ഞ് അങ്ങ് കാനഡയിൽ നിന്ന് എനിക്കൊരെണ്ണം മേടിക്കണം. അല്ല പിന്നെ. മോളെ സൂസി കൊച്ചേ, അപ്പച്ചനൊരു ചായ എടുത്തോളൂ മോളെ. എടി കുഞ്ഞന്നം, മക്കൾ വിദേശത്തു നിന്ന് അയക്കുന്ന സാധനങ്ങളല്ലാതെ നിനക്കവരോട്
ഒരിറ്റ സ്നേഹമുണ്ടോ? നീ അവർക്ക് വേണ്ടി ഒരു നേരമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഓ, പ്രാർത്ഥന, അതിന്റെ ഒന്നും ആവശ്യം ഇപ്പോഴില്ല മനുഷ്യ. സൂസി, നീ ഒന്ന് നോക്കിക്കേ. എന്തോ സാധനം ജോണിക്കുട്ടി അയച്ചതെന്നാണെന്നാ തോന്നുന്നേ. ആ, റോബർട്ടായിരിക്കും. അല്ലേലും എന്റെ ജോണിക്കുട്ടിക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനല്ലയോ? ഒന്ന് പൊട്ടിച്ചെടുക്കണ്ട മനുഷ്യ. വെപ്രാളം കാണിക്കാതെടി. അവളുടെ ഒരു പൊങ്ങച്ചം. ആ, ലാപ്ടോപ്പാണെന്ന് തോന്നുന്നേ. അതെന്തോന്നാ? TV പോലത്തെ സാധനമാ. എന്നാൽ ഇത് കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോ എനിക്ക് സിനിമ കാണാം. എപ്പോഴും ആ ഒരു ചിന്തയേ ഉള്ളൂ. പാവാട നമുക്ക് ഒന്നിച്ച് കാണാമെന്നേ. അതിനകത്ത് എന്ത് കഥയാണെന്നോ? നിനക്കെന്താടി ഒരു സുബോധമില്ലാതെ? സൂസി കൊച്ചേ, നീ അകത്ത് പോ. അതെന്നാ മനുഷ്യ, അവളും തെക്കേലും അറിയക്കുട്ടിയും കൂടി കണ്ടിട്ടല്ലേ പറഞ്ഞത് ചേട്ടത്തി ആ സിനിമ എന്ന് കാണേണ്ടതാണെന്ന്? സിനിമയോ? എന്റെ പൊന്നു തമ്പുരാനെ, അടുത്ത സിനിമയ്ക്ക് എന്തുവാകോ പേര്. ആരോ വരുന്നല്ലോ. അത് നമ്മുടെ മോളിക്കുട്ടിയല്ലയോ? ഓ, അപ്പച്ചന്റെ പുന്നാര മോള്. ജോയിച്ചാരൻ ഇതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റ് വല്ലതും വെച്ചിരുന്നോ അമ്മച്ചി? ഓ, അമ്മയുടെ മോളല്ലേ? ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. അവന് സുഖമാണോ എന്നൊരു ചോദ്യം. ഇല്ലേ ഇല്ല. എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് പൊടി പൊടിക്കണം. അതല്ലേ അമ്മച്ചി ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. സൂസിയെ, അതിന് എന്നതാന്ന് വെച്ചാ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കേ. എന്റെ കർത്താവിശ്വമിശിഹായെ, സമ്പത്തും പണവും മനുഷ്യനെ അന്ധനാക്കുന്നതിനാണോ നീ നൽകുന്നത്? അത് മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണെന്ന് തിരിച്ചറിയാൻ ഇടവരുത്തണേ. വിശക്കുന്നു അമ്മേ, ഇവിടെ ഒന്നുമില്ലല്ലോ. അമ്മ ഇന്ന് കുഞ്ഞനും ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് മോൻ എന്തെങ്കിലും കൊണ്ടുവരാം. അവിടെ ഇന്ന് ആൻമോളുടെ ജന്മദിനം ആഘോഷിക്കുക. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. വേഗം വരണേ അമ്മേ. ശരി മോനെ, വേഗം വരാം. സൂസി, ഭക്ഷണം എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ആ പട്ടിയുടെ പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ചോളൂ. നിനക്ക് ചെറിയ പനിക്കോളുണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്നും കഴിച്ചേക്കണ്ട. പിന്നെ നാളെ പണിക്ക് വരാൻ പറ്റുകയില്ല. എനിക്കാണെങ്കിൽ മേലാകെ ഒരു വേദന. ഒന്നും കൊണ്ടുവന്നില്ലേ അമ്മേ? വിശന്നിട്ട് വയ്യ. ഇല്ല മോനെ, ഒന്നും കിട്ടിയില്ല. അമ്മ ഒരുപാട് ആഗ്രഹിച്ചു ഇന്നെങ്കിലും എൻ്റെ മോന് വയറ് നിറച്ച് ഭക്ഷണം തരാമെന്ന്. കുഞ്ഞനും ചേട്ടത്തി വളർത്തുമൃഗങ്ങളോട് കാണിച്ച സ്നേഹം പോലും നമ്മോട് കാണിച്ചില്ല മോനെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലും ഉണ്ടാകും കുഞ്ഞെ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കത് നേടാൻ കഴിയുകയുള്ളൂ. കുഞ്ഞണ്ണ, മകളെ ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? അയ്യോ, ഈശോ അല്ലേ വിളിച്ചത്?
പറയുകയാണോ? ഞാനിപ്പോൾ ഇവിടുന്ന് പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഈ വീട്ടിലെ കാര്യങ്ങൾ ആരാകും നോക്കുക? എന്റെ സ്വത്തുക്കൾ, എന്റെ വർക്കിച്ചേട്ടൻ. ഇല്ല, ഞാൻ വരില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നീ ഇല്ലെങ്കിലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എടിയേ, എന്ത് പറ്റി നിനക്ക്? അയ്യോ, തീർന്നു എന്നാ തോന്നുന്നത്. മക്കളെയൊക്കെ ഒന്ന് വിളിച്ചേക്കാം. ആരും വരികയില്ല എങ്കിലും. അപ്പച്ച, ചടങ്ങുകളൊക്കെ ഭംഗിയായി നടത്തിക്കൊള്ളൂ. എല്ലാം ഞാൻ ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാകുമ്പോൾ പ്രോഗ്രാം കളർഫുൾ ആക്കും. 200 ആളുകൾ, 100 കാറുകൾ, കരയാൻ 10 പേർ, അങ്ങനെയല്ല. വീഡിയോ എല്ലാം അവർ ശരിയാക്കിക്കൊള്ളും. മോനെ, അപ്പൊ നീ വരുന്നില്ലേ? ഇല്ല അപ്പച്ച, ഞങ്ങൾ ഒരു ഫാമിലി കാനഡയിൽ നിന്ന് വരുന്നതിനേക്കാൾ ചിലവ് കുറവാണിത്. അപ്പച്ച, 60 വയസ്സിന് മുകളിലേക്കുള്ളവർക്കുള്ള ഒരു രജിസ്ട്രേഷൻ ആണിത്. 2 വർഷം മുമ്പേ ഞാനിത് ചെയ്തതാണ്. ഇത്രയും നീണ്ടുപോയത് കൊണ്ട് കുറച്ച് ചിലവും കൂടുതലാ. അപ്പച്ചൻ വികാരി അച്ഛനെ ഒന്ന് അന്വേഷിച്ചോളൂ. ശരി മോനെ, ഇനിയിപ്പോ വികാരിയച്ഛൻ പള്ളിയിൽ ഉണ്ടാകുമോ? എന്തായാലും അന്വേഷിച്ച് കണ്ടെത്താം. എന്താ അപ്പച്ച, അമ്മച്ചിക്ക് എന്താ പറ്റിയത്? എന്തായാലും ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ആ കയ്യിൽ കിടക്കുന്ന വളയൊക്കെ ഞാനിങ്ങ് എടുക്കുക. എന്തായാലും എന്റെ അമ്മച്ചി മിടുക്കിയ. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കാണുന്നത്? അപ്പച്ച, കൊച്ചുമോൻ ഇന്ന് പരീക്ഷയാ. ഞാനില്ലെങ്കിൽ അവനൊന്നും ചെയ്യുകയല്ല. ചടങ്ങുകളൊക്കെ തുടങ്ങുമ്പോൾ ഞാനിങ്ങെത്താം. പോട്ടെ അപ്പച്ച. ആ, തരപ്പെട്ടാൽ ഒരച്ഛനെ കണ്ടെത്താം. കുഞ്ഞന്നം, ഇതാണ് സംഭവിക്കുന്നത്. നീ ഇല്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിന്റെ മക്കളെ നിന്റെ ആവശ്യങ്ങൾക്കല്ലാതെ നീ അവരെ സ്നേഹിച്ചിട്ടുണ്ടോ? വിശന്ന് വലഞ്ഞവരെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ കാണിച്ച കരുണ നീ മനസ്സിലാക്കിയില്ല. ശരിയാണ് കർത്താവേ, ഞാൻ എല്ലാം എന്റെ സമ്പത്തിന്റെ കൊഴുപ്പിൽ കരുണയായ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ഇനി ഞാൻ ദൈവകൽപ്പനകൾ തിരിച്ചറിയാം. ഈ കാരുണ്യവർഷത്തിൽ എന്റെ സ്വത്തുക്കൾ ഞാൻ ദാനമായി നൽകും. എന്നോട് കരുണ കാണിക്കൂ തമ്പുരാനെ. ലോകത്തിന്റെ മാറ്റം എന്തുമാകട്ടെ, കാരുണ്യവർഷത്തിന്റെ വിപുലമായ അർത്ഥതലങ്ങളിലേക്ക് വന്ധ്യ മാർപ്പാപ്പയോടൊപ്പം നമുക്കും കൂട്ടായി സഞ്ചരിക്കാം. ഓരോ ക്രൈസ്തവനും അതിൽ പങ്കാളിയാകാം. കരുണയുടെ കവാടം തിരിച്ചറിവ് ഇവിടെ പൂർണ്ണമാകുന്നു.